അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലേക്ക് ആഗതമാകുന്നത് ബഹുമാനപ്പെട്ടതായ ആദരവായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്നതായ ആ മാസം റബീഉൽ അവ്വൽ 12 ആ ദിവസമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ ആദരവായ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ടതായ അമ്പിയാക്കന്മാരുടെ നേതാവായി കൊണ്ട് വാഴുന്ന മുത്ത് റസൂൽ, ഈ റസൂൽ ജനിച്ചതായ ഈ ഒരു റബീഉൽ അവ്വൽ 12, മരണപ്പെട്ടതും ബഹുമാനപ്പെട്ട തങ്ങളും വഫാത്തായതും ആ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച തന്നെയാണ്. പക്ഷേ മരണപ്പെട്ടതിന് ആരും ആഘോഷിക്കാറില്ല. ബഹുമാനപ്പെട്ടതായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ ബഹുമാനപ്പെട്ടതായ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്തതായ സൃഷ്ടിയായ മുത്ത് റസൂൽ ജനിച്ചതായ ഈ മാസം, ഈ ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂലിനെ പുകഴ്ത്തിക്കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം മദ്ഹ് പാടിക്കൊണ്ട് നമ്മുടെ പിഞ്ചോമന മക്കൾ സ്റ്റേജിൽ കയറി പാടുമ്പോൾ ആ പാട്ടുകൾ കേൾക്കാൻ എത്രമാത്രം വലിയ കുളിർമയാണല്ലേ നമുക്കൊക്കെ ഉള്ളത്. ബഹുമാനപ്പെട്ടതായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് അവിടെ പാട്ട് പാടാൻ മദീന പള്ളിയിൽ ഒരു മിമ്പർ വരെ തയ്യാറാക്കി കൊടുത്തിരുന്നു എന്ന് നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തി തരുമ്പോൾ റസൂലുള്ളാഹിൻ്റെ മേലിൽ മദ്ഹ് ചൊല്ലൽ എത്രമാത്രം പുണ്യമുള്ളതാണ്. അത് ആ ദിവസം ബഹുമാനപ്പെട്ട നിബിത്തങ്ങൾ ജനിച്ചതായ ദിവസം ആവുക എന്നത്, ആ ദിവസം നമ്മളെല്ലാവരും വരവേറ്റുകൊണ്ട് റസൂലുള്ളാഹിനെ നല്ലോണം സ്നേഹിച്ചുകൊണ്ട് നല്ലോണം മദ്ഹുകൾ പാടുന്ന ഒരു ദിവസമായി കഴിഞ്ഞാൽ വളരെ ആനന്ദമുള്ളതാവുകയില്ലേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.